അമേരിക്ക മുന്നോട്ട് വെച്ച ലബനാൻ വെടിനിർത്തൽ നിർദ്ദേശത്തിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള നിർണായക ഇസ്രായേൽ മന്ത്രിസഭാ യോഗം തുടങ്ങി. കരാറുമായി മുന്നോട്ടു പോകരുതെന്നാണ് തീവ്ര ജൂതപക്ഷത്തിന്റെ നിലപാട്. വലിയ തർക്കമുണ്ടായാൽ മന്ത്രിസഭയിൽ വോട്ടെടുപ്പ് നടന്നേക്കും. വെടിനിർത്തൽ ചർച്ച നടക്കുമ്പോഴും ലബനാനിലുടനീളം വ്യോമാക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ. മധ്യ ബെയ്റൂത്തിലെ പാർപ്പിട സമുച്ചയം ഇസ്രായേൽ ബോംബിട്ട് തകർത്തു. 24 മണിക്കൂറിനിടെ 31 പേരാണ് കൊല്ലപ്പെട്ടത്. MC നാസർ ചേരുന്നുണ്ട്. നാസർ, ചർച്ച ഒരു വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ബെയ്റൂട്ടിൽ 2 മിനിറ്റിൽ 20 ബോംബാക്രമണങ്ങൾ എന്ന രീതിയിൽ ശക്തമായ ആക്രമണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജീവനുകൾ പൊലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ധന്യ, നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ നിർണായകമായിട്ടുള്ള മന്ത്രിസഭാ യോഗം തുടരുകയാണ്. ഒരുപക്ഷെ മണിക്കൂറുകൾ തന്നെ ഈ മന്ത്രിസഭാ യോഗം നീളാനുള്ള വലിയ സാധ്യതയാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത്. കാരണം ഇതിലെ ഏറ്റവും തീവ്ര ജൂതപക്ഷത്തിന്റെ നിലപാട് ഒരു നിലയ്ക്കും ഹിസ്ബുല്ലയുമായിട്ടൊരു കരാറുമായിട്ട് മുന്നോട്ട് പോകരുത്, ആക്രമണം നടത്തുകയും ശക്തമായി മുന്നോട്ട് പോവുകയും അതിലൂടെ ഹിസ്ബുല്ലയെ അമർച്ച ചെയ്യുന്നതുവരെ യുദ്ധം തുടരണമെന്നാണ് ബെൻഗവിറും അതോടൊപ്പം തന്നെ സ്മോട്രിക് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ആവശ്യപ്പെടുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ അമേരിക്കയുടെ സമ്മർദ്ദം വലിയ തോതിൽ തന്നെ ഇപ്പുറത്തുണ്ട്. അതുകൊണ്ട് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. പ്രധാനമായിട്ടും ട്രംപും അതോടൊപ്പം തന്നെ ബൈഡനും ഇക്കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഒരു സമവായത്തിൽ എത്താൻ സാധിക്കുന്നില്ല എങ്കിൽ ഇന്ന് അർദ്ധരാത്രി തന്നെ ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പ് ഇസ്രായേൽ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകാനുള്ള വലിയ സാധ്യതയുണ്ട്. അതിലൂടെ ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകാനായിരിക്കും നീക്കം. ഏതാണ്ട് 2 മാസത്തിലേറെയായി തുടരുന്ന ഈ ആക്രമണത്തിലൂടെ ആയിരക്കണക്കിന് മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. അതുമാത്രമല്ല, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു നേട്ടം ഇതുവരെ രൂപപ്പെടുത്താൻ ലബനാനിൽ അവർക്ക് സാധിച്ചിട്ടില്ല. കാരണം വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം കരയുദ്ധത്തിലൂടെ നേടാനായിട്ടില്ല. നിരവധി സ്ഥലങ്ങളിൽ ആക്രമണം നടത്തി നിരപരാധികളായിട്ട് ഒട്ടേറെ മനുഷ്യരെ കൊലപ്പെടുത്തി, വലിയ തോതിൽ മനുഷ്യരെ പരിക്കേൽപ്പിച്ചു എന്നതിലപ്പുറം ശക്തമായിട്ടുള്ള തങ്ങൾ മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങൾ ഒന്നുപോലും നേടാൻ ലബനാനിൽ നിന്ന് ഇവർക്ക് സാധിച്ചിട്ടില്ല. മാത്രമല്ല, പിന്നിട്ട ദിവസങ്ങളിലൊക്കെ ഹിസ്ബുല്ലയുടെ അതിശക്തമായിട്ടുള്ള മിസൈൽ റോക്കറ്റ് ആക്രമണം തുടരുകയാണ്. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിർത്തി കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ച 10,000-കണക്കിന് വരുന്ന മനുഷ്യരുടെ തിരിച്ചുവരവ് വീണ്ടും അസാധ്യമാക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ ഒരു വെടിനിർത്താൻ ഇസ്രായേൽ എല്ലാ അർത്ഥത്തിലും ആഭ്യന്തരമായിട്ട് ഒരു വലിയ സമ്മർദ്ദം ഇസ്രായേൽ രാഷ്ട്രീയ സൈനിക നേതൃത്വം നേരിടുന്നുണ്ട്. അല്പം മുമ്പ് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ വ്യക്തമാക്കിയിരിക്കുന്നത് കരാർ അതിൻ്റെ അന്തിമഘട്ടത്തിലാണ്, അധികം വൈകാതെ തന്നെ കരാർ യാഥാർത്ഥ്യമാകുമെന്ന ശക്തമായിട്ടുള്ള ഒരു പ്രതികരണമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ കരാറിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് ഗസയിലും ഒരു വെടിനിർത്തൽ അധികം വൈകാതെ തന്നെ ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ബൈഡൻ ഭരണകൂടവും അതോടൊപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന US പ്രസിഡന്റ് ട്രംപിൻ്റെ ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള ഒരു നീക്കത്തിലൂടെ ഗസയിലെ യുദ്ധത്തിനും വിരാമം ഉണ്ടാക്കുമെന്ന ഒരു പ്രതികരണമാണ് അല്പം മുമ്പ് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ നടത്തിയിരിക്കുന്നത്. ആക്രമണത്തിലേക്ക് വന്നാൽ ലബനീസ് തലസ്ഥാനത്തിന് സമീപം നടത്തുന്ന ഏറ്റവും രൂക്ഷമായ അല്ലെങ്കിൽ ഏറ്റവും ഭീകരമായ ആക്രമണമാണ് ഇന്ന് നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതൊരു പക്ഷേ കഴിഞ്ഞ 2 മാസമായി ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നത് കൊണ്ടായിരിക്കും അല്ലേ കാഷ്വാലിറ്റി കുറഞ്ഞത്? വലിയ തോതിലുള്ള കാഷ്വാലിറ്റി ഇപ്പോൾ ഉണ്ട് എന്നാണ് ഏറ്റവും അവസാനം വരുന്ന ആക്രമണ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കാരണം ഒരുപക്ഷെ ഈ രാത്രിയോടുകൂടി തന്നെ വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേൽ നീങ്ങുകയാണെങ്കിൽ അതിൻ്റെ മുന്നോടി എന്ന നിലയ്ക്ക് വളരെ വ്യാപകമായിട്ടുള്ള ആക്രമണം നടത്തും. പക്ഷേ ഈ ആക്രമണത്തിൻ്റെ ഒക്കെ ഒരു പൊതു സ്വഭാവം എന്നത് ഹിസ്ബുല്ല കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ ഹിസ്ബുല്ലയുടെ ആയുധ കേന്ദ്രങ്ങളോ ഹിസ്ബുല്ലയുടെ സൈനിക കേന്ദ്രങ്ങളോ അല്ല, മറിച്ച് സിവിലിയൻ കേന്ദ്രങ്ങളെ തന്നെയാണ് ഈ ആക്രമണത്തിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ബെയ്റൂത്തിൻ്റെ പല ഭാഗത്തും നടന്ന ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും തന്നെയാണ് കൂടുതൽ കൊല്ലപ്പെട്ടത് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്ന് മാത്രം 180 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് അല്പം മുമ്പ് ഇസ്രായേൽ സൈനിക നേതൃത്വം പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അത്രയും വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ട് പിൻവാങ്ങുക എന്ന ഒരു ലക്ഷ്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം ഇത്. കാരണം എന്തായാലും ഈ വെടിനിർത്തൽ കരാർ 3 ഘട്ടങ്ങളിലായിട്ട് വരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദക്ഷിണ ലബനാനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായിട്ട് പിൻവാങ്ങണമെന്നാണ്. അതോടൊപ്പം തന്നെ ഹിസ്ബുല്ലയെ സംബന്ധിച്ചിടത്തോളം ലിതാനി നദിയുടെ വടക്ക് ഭാഗത്തേക്ക് ഹിസ്ബുല്ല
ഹിസ്ബുല്ല അതിന്റെ കേന്ദ്രം പിന്നെ ഹിസ്ബുല്ലയുടെ സൈനിക സാന്നിധ്യം മാറ്റണമെന്നും കരാറിലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. നെതന്യാഹു പോലും ചില വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ വിയോജിപ്പുകൾ അംഗീകരിക്കാൻ തങ്ങൾ ഒരുക്കമല്ല എന്നാണ് ഹിസ്ബുല്ല ലെബനാൻ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാത്രിയിൽ ഈ ചർച്ച ഒരുപക്ഷെ അതിന്റെ ശുഭകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുമോ അതല്ല നേരത്തെ പല ഘട്ടങ്ങളിലും ഗസയിൽ സംഭവിച്ചതുപോലെ ഈ വെടിനിർത്തലിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ അതിനെ പിന്നെ അട്ടിമറിക്കാൻ നെതന്യാഹു ശ്രമിക്കുമോ എന്ന ചോദ്യം ഈ രാത്രിയിലും നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ കരാർ അനുകൂലമാവുകയാണെങ്കിൽ സെപ്റ്റംബർ 20 ശേഷം നടന്നിരിക്കുന്ന 2 മാസത്തിലേറെ നീണ്ട ഈ യുദ്ധത്തിന് ലെബനാനിൽ വിരാമമാകും. ആ ലെബനാൻ യുദ്ധം പിന്നെ വിരാമം കുറിക്കുന്നതോടുകൂടി തന്നെ ഗസയിലേക്ക് കൂടി ഒരു പിന്നെ യുദ്ധവിരാമത്തിനുള്ള നീക്കം തങ്ങൾ നടത്തുമെന്നാണ് പിന്നെ അമേരിക്കയും അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനും വ്യക്തമാക്കുന്നത്. പക്ഷേ ഇന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഗസയിലെ വടക്കൻ ഗസയിലേക്ക് ആക്രമണം കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനം മന്ത്രി കൈക്കൊണ്ടിരിക്കുന്ന ആ നിർദ്ദേശം സൈന്യത്തിന് നൽകിയിരിക്കുന്നു. അപ്പോൾ വീണ്ടും വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങളിലേക്ക് വടക്കൻ ഗസ നടക്കുന്നു എന്നതിൻ്റെ സൂചന കൂടുതൽ കൂട്ടക്കുരുതികളും കൂടുതൽ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഗസയിലെ മനുഷ്യർ മാറുന്നു എന്നതാണ്. അതും ഒരുപക്ഷെ അടുത്ത 1-2 മാസത്തിനുള്ളിലെങ്കിലും ഒരുപക്ഷെ ട്രംപ് അധികാരത്തിൽ വരുന്നതിൻ്റെ തൊട്ട് മുന്നോടിയായി ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ഒരു നീക്കത്തിലാണ് ട്രംപിന്റെ ഉദ്യോഗസ്ഥർ, അദ്ദേഹം നിയോഗിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ ശ്രമങ്ങൾ തുടരുന്നത് എന്ന റിപ്പോർട്ടുകൾ കൂടി ഏറ്റവും അവസാനം പുറത്തു വരുന്നുണ്ട്. ഈ ചർച്ചകൾ പോസിറ്റീവായിട്ട് നീങ്ങുകയാണെങ്കിൽ തന്നെ എപ്പോഴായിരിക്കും ഈ ലെബനീസ് സർക്കാരിന് ഈ കരാർ കൈമാറുന്നത്? പക്ഷേ അതുവരെയൊക്കെ ഈ ആക്രമണം തുടരാൻ തന്നെയുള്ള സാധ്യതയാണ് കാണുന്നത്, അല്ലേ? ധന്യ, തീർച്ചയായിട്ടും. കാരണം ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ ആക്രമണമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. 150 കേന്ദ്രങ്ങളിൽ ഒരൊറ്റ ദിവസം ആക്രമണം നടക്കുന്നു എന്നതിൻ്റെ സൂചന ഇസ്രായേൽ ഏറെക്കുറെ പിന്നെ ഈ ഒരു വെടിനിർത്തലിൻ്റെ മുന്നോടിയായിട്ടായിരിക്കണം ഇത്രയും വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് എന്ന ഒരു റിപ്പോർട്ടാണ് അന്തർദേശീയ മാധ്യമങ്ങളിലും മറ്റും വരുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ മാധ്യമങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഒരു വെടിനിർത്തൽ കരാറിലേക്കാണ് ലെബനാനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ നീക്കുന്നത് എന്ന സൂചനയും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുമാണ് ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്നത്. പക്ഷേ ഒന്നും പ്രവചിക്കുക സാധ്യമല്ല. കാരണം നേരത്തെയും ഇതേപോലുള്ള സമാനമായിട്ടുള്ളൊരു അവസ്ഥയിൽ നെതന്യാഹു കൈക്കൊണ്ട തീരുമാനമാണ് കാര്യങ്ങളെ അട്ടിമറിച്ചത്. അതുകൊണ്ട് തന്നെ ഈ രാത്രിയിൽ ഒരുപക്ഷെ ഈ മന്ത്രിസഭ ഏത് തീരുമാനം കൈക്കൊള്ളുന്നു എന്നത് പ്രധാനമാണ്. തുടർന്ന് പാർലമെന്റ് അതിന് അനുമതി നൽകേണ്ടതുണ്ട്. തുടർന്നായിരിക്കാം ഈ കരാർ യാഥാർത്ഥ്യമാകുക. എന്തായാലും 1-2 ദിവസത്തിനുള്ളിൽ കരാർ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഏറ്റവും അവസാനം വന്നുകൊണ്ടിരിക്കുന്നത്. ധന്യ, കരാറിന്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്? ഇപ്പോഴും ഇസ്രായേലിന് അതിൽ എന്തൊക്കെയോ സംവരണം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം കൈമാറുന്നതിന് മുമ്പ് ഇപ്പം നേരത്തെ നാസർ പറഞ്ഞതുപോലെ നേരത്തെയും ഇത്തരത്തിൽ ഒരു ആലോചനകൾ വന്നിരുന്നു. പക്ഷേ നെതന്യാഹു തന്നെയായിരുന്നു അതിനെല്ലാം ഇല്ലാതാക്കി കളഞ്ഞത്. അപ്പം എന്തൊക്കെയാണ് ആ കരാറിന്റെ പ്രൊസീജിയറായിട്ട് വരുന്നത്? എന്തൊക്കെ നടപടികളാണ് ഉണ്ടാവുക? ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സുരക്ഷാ മന്ത്രിസഭാ യോഗം എന്ത് തീരുമാനം എടുക്കുന്നതാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷാ മന്ത്രിസഭാ യോഗമാണ് യുദ്ധത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടതും നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാ യോഗമാണ്. അതിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബെൻഗവിറും അതോടൊപ്പം തന്നെ സ്മോട്രിക് ഉൾപ്പെടെയുള്ളവർ തീവ്ര വലതുപക്ഷ മന്ത്രിമാരൊക്കെ തന്നെ ശക്തമായിട്ടുള്ള വിയോജിപ്പ് ഇതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം ഇപ്പോൾ പുറമേക്ക് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ അപകടമാണ് ഈ ഒരു ആക്രമണത്തിലൂടെ രൂപപ്പെട്ടിരിക്കുന്നത്. 2006 ലെബനാനിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു ഘട്ടത്തിൽ സംഭവിച്ച പരാജയത്തിന്റെ അതേ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ കൂടിയാണ് ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഹിസ്ബുല്ലയുടെ ഹസൻ നസ്രുള്ളയെ വധിക്കാൻ സാധിച്ചുവെങ്കിൽ പോലും, അല്ലെങ്കിൽ ചില കമാൻഡർമാരെ കൊലപ്പെടുത്താൻ സാധിച്ചുവെങ്കിൽ പോലും ഹിസ്ബുല്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായി പ്രതിരോധം തുടരാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. നാളെയും ഇസ്രായേലിന്റെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഭീഷണി സൃഷ്ടിക്കും. അത് അമർച്ച ചെയ്യുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു യുദ്ധം സെപ്റ്റംബറിൽ ആരംഭിച്ചത്. പക്ഷേ അതിൽ ഏറ്റവും ദയനീയമായിട്ട് ഇസ്രായേൽ പരാജയപ്പെടുന്നു എന്ന ഒരു വിലയിരുത്തലിലാണ് ഈ മന്ത്രിമാരൊക്കെ അവരുടെ പ്രതികരണങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഈ മന്ത്രിസഭാ യോഗം ഈ തീരുമാനം കൈക്കൊള്ളുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പാർലമെന്റ് അതിന് അനുമതി നൽകിയാൽ അത് വെടിനിർത്തലിലേക്ക് നീങ്ങും. പിന്നെ ലെബനാൻ സർക്കാരും ഹിസ്ബുല്ലയും ഏറെക്കുറെ ഈ ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിന് ചില ഭേദഗതികളോടുകൂടിയുള്ള അനുമതി നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് പുറത്തു വരുന്നത്. ശരി നാസർ.